രാവിലെ എണീറ്റ് ഒരുപാട് പണികളുണ്ട്. ഏതിൽ തുടങ്ങുമെന്ന് ടെൻഷനാണ്. അപ്പൂസിന് എന്താ പരിപാടി എന്നോ പുറത്തേക്ക് പോവാൻ കരയുക. അവനെയും കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കോഴിക്കളെയൊക്കെ ഒന്ന് വിട്ട് അവനും ഓക്കെ ആവും. കോഴിക്കളെ കാര്യമൊക്കെ നടക്കും ചെയ്യുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ട് മെല്ലെ അവന് മൈക്ക് കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ കറിയാണ്. അത് ഉണ്ടാക്കിയിട്ട് മോളും ഒഴിക്കൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് അപ്പൂസിനെ അവരെടുത്തിരുത്തിയിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഞാൻ ആദ്യമേ ഒരു കാര്യം ഉദ്ദേശിച്ചതാണ്. നമ്മൾ വീടിൻ്റെ ചുറ്റും എല്ലാ തൈകളും കൊത്തി കളിച്ചിട്ട് അതിനൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കണം എന്നുള്ളത്. വളം കൊണ്ടുവച്ചിട്ട് കുറേ ആയി. പക്ഷേ മഴ കൊണ്ട് അതിങ്ങനെ എന്താണ് പറയുക ഉപകരിക്കാതെ പോവുമായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് നനച്ചു കൊടുത്തിട്ടോ. ഈ തായ്ലൻഡ് ചാമ്പല്ലേ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൂക്കളും നല്ല കായ്കളും ഉണ്ട്. പക്ഷികൾ വന്ന് നല്ല എന്താ പറയുക ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അത് കേട്ടാണ് ഇപ്പോൾ എണീക്കുന്നത്. പിന്നെ ഈ മാവിൻ്റെ തൈ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്നോ, ഇതിൻ്റെ ഒരു മാങ്ങൻ്റെ അണ്ടി ഞാൻ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഈ ഒരു മാവാണ് പിടിച്ച് കിട്ടിയത്. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ അമ്മായിൻ്റെ വീട്ടിലത്തെ ആ ഒരു മൂച്ചി ഒഴിവാക്കി അവർ. പക്ഷേ നമ്മളെ വീട്ടിലിപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ എന്താവും, അത് പോയാലും അതിൻ്റെ ഒരു കുഞ്ഞിവിടെ വളരുന്നുണ്ടല്ലോ. ഭയങ്കര സന്തോഷം. ഇത് വേറൊരു അമ്മായിൻ്റെ അവിടെ നിന്ന് കൊടുക്കുന്ന കറുകപ്പട്ടല്ലേ അതിൻ്റെ തയ്യാട്ടോ. ഇത് നമ്മളെ പിന്നെ അമ്പഴമാണ്. അമ്പഴം ചെറുപ്പത്തിലെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഞാൻ എവിടുന്ന് എന്ത് സ്പെഷ്യലായിട്ടുള്ളത് കണ്ടാലും അതിൻ്റെ വിത്തോ തൈയൊക്കെ കൊടുന്നിട്ട് മാക്സിമം ഉണ്ടാക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. നോക്കാം അമ്പഴം കുറേ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അകത്ത് കയറുന്നതിൻ്റെ മുന്നേ ഞാൻ കുരുമുളകൊക്കെ പറിച്ചിട്ടോ. കാരണം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉണക്കിയിട്ട് കുരുമുളകാക്കി മാറ്റും. നമ്മൾ കാലാപ്പാടിയിൽ ഇപ്രാവശ്യം ആകെ ഒരു മാങ്ങയെ പിടിച്ചതുള്ളൂ കേട്ടോ. എന്താ പറ്റിയതെന്ന് അറിയാം. എന്തായാലും ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ ആ മാവിനൊന്ന് കാര്യമായിട്ട് പരിഗണിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കുറച്ച് ചാമ്പക്കൊക്കെ കഴിച്ചിട്ടേ കോഴികൾക്കുള്ള വെള്ളം വെച്ചെടുത്ത് അകത്തൊക്കെ ആയിട്ട് അപ്പൂസിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടാണ് ഞാൻ ചോറുന്നാൻ നിന്നത്. രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടല്ലോ, അതൊക്കെ കുക്കറിൽ ഒരു നെയ്ച്ചോറ് അടിച്ചു. കുറച്ച് അച്ചാറ് കൊടുത്തിട്ടോ. നെയ്ച്ചോറാകുമ്പോൾ പിന്നെ പരിപാടി സുഖമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റുബിയും താനും മോളും എല്ലാവരും വന്നത് കേട്ടോ. അതായത് മൂത്താപ്പാൻ്റെ പേരക്കുട്ടികളും മരുമകളൊക്കെയാണ് റുബിയൊക്കെ പറയുന്നത്. ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടോ. കുറേ സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പൂസിൻ്റെ കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ വീഡിയോ എടുത്താൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് ഇതിവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ നാളെ നമുക്ക് വീണ്ടും കാണാം.